സാനിട്ട് കത്തൊന്നുമില്ല, ശരിയാവണില്ല, ഇത് നന്നാക്കാൻ കൊടുക്ക. അല്ല, മീൻ വെക്കാൻ പോണ്ട നേരായിട്ടു നിങ്ങൾ എന്തേത്ത കുത്തിരിക്കണേ? നീക്കി ഒരു ഉസാറില്ല പാത്തു, നമ്മളിന്ന് ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ ഇന്ന് ഇവിടെ കിടന്ന മീനാരുണ്ടോ? പൊരയിൽ ചെലവിലുള്ള പൈസ ആര് കൊണ്ടുവരൂ? 2 പുക വിടാത്തോണ്ടേ ഒരു ഉന്മേഷം കിട്ടില്ല. ഞാനൊക്കെ ഇവിടെ 3 നേരം പുക വിട്ടിട്ടല്ലേ അടുക്കളയെ കൂടെ ഉന്മേഷത്തോടെ ഇങ്ങനെ നടക്കണേ. പുക ഊതാത്തൻ കൊണ്ട് ഉസാറില്ല എന്നാണോ നിങ്ങളിപ്പോ പറഞ്ഞ് നടക്കണേ? ഞമ്മക്ക് നമ്മളെ കാര്യം അറിയുള്ളൂ. ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വായിക്ക് രുചിയില്ല, ടെൻഷൻ കൂടി. അതൊക്കെ നിങ്ങളെ തോന്നലാണ്. അതല്ലുമ്മ, ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി സിഗരറ്റിലെ നിക്കോട്ടിലുണ്ട്. ഉപ്പ സിഗരറ്റ് നിർത്തിയപ്പോ ആശ്വാസം കുറഞ്ഞു, ഉന്മേഷവും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ലേ? ഒന്ന് വലിച്ചു നോക്കണല്ലോ. പാത്തു ഈ വലിക്കാൻ പോവാ? എന്താ വലിച്ചാല്? പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അയക്കൂടെ? ഈ മനുഷ്യന്റെ ഒപ്പരം കൂടിയാൽ പിന്നെ സമാധാനം എന്തേത്താ, ഉന്മേഷം എന്തേത്താ, ആശ്വാസം എന്തേത്താ നമ്മൾ അറിഞ്ഞില്ല. ഉമ്മ, തലച്ചോറിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. സിഗരറ്റ് വലിക്കുമ്പോ അതിലെ നിക്കോട്ടിൻ കാരണം ഡോപ്പമിന്റെ ലെവല് കൂടും. അപ്പൊ ഉന്മേഷവും ആശ്വാസവും ഒക്കെ തോന്നും. എന്റെ ഉപ്പ ഇവിടെ വെട്ടിയിട്ട വായത്തണ്ടുമാതിരി കുത്തിരിക്കുന്നത് സിഗരറ്റ് വലിക്കാത്തൻ കൊണ്ടാണില്ലേ? അതെ അതെ അതെ, അതിന്റെ നിക്കോട്ടിൻ കിട്ടാത്തൻ കൊണ്ടാണല്ലേ? എന്നാ കുറച്ച് ദിവസം വിഷം കഴിച്ച ആശ്വാസം ഉണ്ടാക്കണ്ട, ഇങ്ങനെ തന്നെ കിടന്നോളി. അല്ല നിങ്ങളെങ്ങോട്ടാ ആർക്കുത്തിരിക്കി? അല്ല, ഞാനൊന്ന് ടൗണിലൊക്കെ പോയി കറങ്ങി വരട്ടെ. ഈ പടി ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കൂല. മീൻ കച്ചവടത്തിനല്ലാണ്ട് ഈ പൊരേന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ വിടൂല. മീൻ കച്ചവടം ചെയ്യാനുള്ള ജീവൻ ഇല്ല പാത്തുവോ. നാട്ടുകാരെ 4 ആളെ കണ്ടുവരുമ്പോ എനിക്കൊരു ഉസാറുണ്ടാവും. 4 ആളെടുത്ത് പോയിട്ട് ഓരോരുത്തരോടും ഓരോരോ പുക വാങ്ങി വലിക്കാൻ വേണ്ടിട്ടാ. ആ സൂത്രക്കാടെ നിക്കട്ടെ സൂത്ര. നമുക്ക് ഫോണ് വരണ്ടേ പാത്തുവോ? അതിനെന്തേത്താ അത് ഞെക്കിയായിട്ട് വർത്താൻ പറഞ്ഞോടി. അല്ല, ഈ ഫോണില് സംസാരിക്കുമ്പോഴേ സിഗരറ്റ് വലിച്ചോണ്ട് ഒരു ശീലായി പോയല്ലോ. ഇപ്പൊ സിഗരറ്റ് ഇല്ലാണ്ട് എടുക്കാനും തോന്നില്ല. അടക്ക്. ഹലോ, ബാലേട്ടനാ? എന്താണ് പുകയില വിരുദ്ധ ദിനത്തിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങളോ? പറ്റ പാർട്ടി തന്നെ. നിങ്ങൾ ചുണ്ട് കണ്ടാൽ അറിയില്ല മനുഷ്യ, 1,00,000 സിഗരറ്റ് എങ്കിലും നിങ്ങൾ വലിച്ചിണ്ടാവുന്നു. സംഘാടകൻ ഒരു കാര്യേ എന്നേറ്റം വിളിച്ചാ മതി തന്നെ അവർക്ക്. അടവയ്ക്ക് ഫോൺ അടവയ്ക്ക്. ഇപ്പോ ഇവിടുന്ന് എങ്ങോട്ട് പോവാൻ പറ്റൂല മോളെ. ഇവിടെ നിൽക്കട്ടോ, നോക്കിട്ടോ. പറ്റൂല. അവിടെ ഇവിടെ നിൽക്കുമ്മ. എന്താ ചെയ്യണോ? ഒന്നും ചെയ്യണ്ട, നോക്കിയാ മാത്രം മതി. കേട്ട് പോണ്ട് നോക്ക്. ഏടൊക്കെ നിങ്ങൾ നമ്മളെ പിടിച്ചു കൊണ്ടോണേ. നമ്മളിവിടെ എവിടെ നിന്നോളാ, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കൂല. നമ്മള് വലി നിർത്തി പാത്തോ. വലി നിർത്തിയിട്ടാ നിങ്ങള് പറമ്പിന്ന് പെറുക്കിയെടുത്ത കുറ്റികൾ എടുത്തിട്ട് ചുണ്ടുമല വെച്ചിട്ട് വലിച്ച് ഞമ്മൾ ഉറങ്ങിക്കെടുക്കുമ്പോ ടോർച്ചും വെച്ച് കുറ്റി പെറുക്കാൻ പോണ ഞമ്മള് കാണുന്നില്ല. നിങ്ങൾ വിചാരിക്കണ്ട. ഉപ്പാൻ ഇന്നത്തോടെ ഞങ്ങൾ ശരിയാക്കി തരാം. മോനെ എല്ലാരും കൂടി ഇപ്പൊ എന്റെ കൊണ്ടുപോകണം. അത് പറയും. ഉപ്പാനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാ. ആളിപ്പോ ഇവിടെ ഉപ്പാനെ കൊണ്ടുപോകാ. അല്ല മോനെ, ആശുപത്രിയാണോ അത്? മദ്യം, മയക്കുമരുന്ന്, പുകവലി എല്ലാത്തിനും അടിമയായവരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തുന്ന ഒരു കേന്ദ്രം. ഉപ്പാനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. അഡ്മിറ്റ് ആയാലും അവിടെ 2 വലിയ കിട്ടിയേക്കൂലേ? വലി കിട്ടുന്ന സ്ഥലമാണത്. അങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടാലോ. ഇത് വല്ലാത്തൊരു തടങ്കല്ലായി പോയി. ആടുള്ളോല് പറയണതൊക്കെ അനുസരിച്ച് നിങ്ങൾ കയ്യണം. ഞമ്മക്ക് നല്ല കാര്യം വരാൻ വേണ്ടിട്ടാണെന്ന് വിചാരിക്കണം. മൂസക്കായന്റെ ശ്വാസകോശത്തില് ഇനി കറ അടിഞ്ഞുകൂടാൻ പാടില്ല. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഉപ്പ മറ്റൊരാളാവും. നോക്കിക്കോ. ഞാൻ പുനർജനി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വരുന്നു. പേര് പൊടിമോൻ ചന്ദ്ര പിന്നി. ചന്ദ്രൻ പന്നീന്നോ? ചന്ദ്ര പന്നി അല്ല, പൊടിമോൻ ചന്ദ്ര പിന്നി. ഇയാളാണോ പേഷ്യന്റ്? അതെ. ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലഹരിയൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതെല്ലാരും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ തന്നെയാ പറയാ. കഞ്ചാവ് വലിക്കുന്നവരും അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, എല്ലാം ഞാൻ മാറ്റിത്തരാം. ഒരൊറ്റ ആഴ്ച ഒന്ന് എനിക്കിതാ. ഇയാളെ പുനർജന്മം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നമ്മളെ മയ്യത്താക്കിയിട്ട് പിന്നെ ജനിപ്പിക്കാൻ പോവാ? ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ. ലഹരിയിൽ നിന്നും സമ്പൂർണ്ണ വിമുക്തമായൊരു ജീവിതം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരാഴ്ച എങ്ങനെയാ ഞാൻ എന്റെ ഓളയും കുട്ടളയും കാണാണ്ടൊക്കെയാ? സ്നേഹം, വീട്ടുകാരുടെ സ്നേഹം. നിങ്ങൾക്ക് വീട്ടുകാരോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് എളുപ്പം അനുസരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വീട്ടിൽ തിരിച്ചെത്താം. ഈ ആശുപത്രിയിലൊക്കെ പോയി കിടന്ന വലിയ പൈസയാവും പാത്തോ. നിങ്ങക്ക് ക്യാൻസറും ഹൃദയത്തിന്റെ സൂക്കേടും ഒക്കെ വന്നാലും ഇതിനേക്കാളും വലിയ പൈസ ആവൂലേ അല്ലേ? അതിന്റെ പൗതി കൊടുത്താ പറയണേ.
വരൂ മിസ്റ്റർ മൂസ, നിങ്ങൾക്ക് പുതിയൊരാളായി തിരിച്ചു വരാം. അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും രോഗം വന്നാൽ ഈ സഹിച്ചാൽ മതി. അല്ല മോനെ, ആ ചന്ദ്രമ്പന്നെ ഉപ്പനെ നന്നാക്കൂ. മിക്കവാറും അങ്ങനെ ആയിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഒരാഴ്ചയായി മൂസക്കായി ഇവിടുന്ന് പോയിട്ട് മൂപ്പരൊച്ചയും വിളി ഒന്നും ഇല്ലായിട്ട് ഇവിടെ കഴിയാൻ പറ്റണില്ല. അതിനുമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഉപ്പ പുതിയ മനുഷ്യനായിട്ടല്ലേ ഇവിടേക്ക് തിരിച്ചെത്തുക. പുതിയ മനുഷ്യൻ പറഞ്ഞാല് മേല് മുയിക്കാൻ പെയിന്റ് അടിച്ചിട്ടാ വരിക. ഒരാഴ്ചൊക്കെ മാണ് ഒരാളെ പുകവലി നിർത്താന്. ഡി അഡിഷൻ സെന്ററിന് കാശുണ്ടാക്കാൻ പറ്റിയ മുതലാണ് ഉപ്പ. മുറിവാടകയും ചികിത്സാ ചെലവും ഒക്കെ ആയിട്ട് കുറച്ച് കാശ് അവരെന്തായാലും പിഴിയും. എത്ര പിഴിഞ്ഞാലും വലിയ വലിയ സൂക്കടൊക്കെ ഒഴിവായി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആകെ ഒരു ആശ്വാസം ഉള്ളത്. ആ ഇതാ ഉപ്പ വരുന്നോ? മൂസയെ പുതിയൊരാളായി തിരിച്ചേൽപ്പിക്കുന്നു. മൂസ എന്നെയും വല്ലാതെ അങ്ങ് മാറ്റിയെടുത്തു. ഞാനും പുതിയൊരാളായി. അതെ, ജവാപ്പോ വന്നല്ലോ. നിങ്ങളെ പുകവലി മാറ്റാൻ കൊണ്ടുപോയി ഇയാള്. നിങ്ങൾ പുകവലി മൽപ്പിക്കാൻ പഠിപ്പിച്ചില്ലേ? ചില ശീലങ്ങൾ അങ്ങനെയാണ് പാത്തുവോ, മാറ്റാൻ പറ്റൂല. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടില്ലേ? എത്ര പൈസ കൊടുത്ത് ഞങ്ങളെ ആ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിപ്പിച്ചത്. എത്ര കൊടുത്താലെന്താ? എത്ര ഉറുപ്പ്യന്റെ പാടാ നമ്മള് പഠിച്ചേ. തന്നെത്താൻ വിചാരിക്കാണ്ട് ഒരാൾക്ക് ഒരു ശീലവും മാറ്റാൻ പറ്റൂല. അത് ശരി, അന്നപ്പോ ഞമ്മളെ തോൽപ്പിക്കാൻ നോക്കിയായിരുന്നില്ലേ നിങ്ങള്? ഞമ്മൾ ഉന്തി വിട്ടേൻ കൊണ്ട് ഈ കളിയില് ഞമ്മള് തോൽക്കണം അല്ലേ? അതായിരുന്നു നിങ്ങളെ വാസി. അന്നപ്പോ നിങ്ങള് ജയിച്ച്. ഇനി ഞമ്മളൊന്ന് നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റൂന്ന്. അല്ലേ ഇങ്ങുണ്ടാ ടെൻഷൻ കൂടുന്നു. ഹെൽമെറ്റ് വെക്കാണ്ട് പോവാൻ പറ്റൂല. ഞമ്മളൊരു പോലീസും പിടിക്കില്ല പത്തോ. ഞമ്മള് മീൻകാരനല്ലേ. ഈ MIT സൈക്കിള് പോലെയാണ് പോലീസുകാർ കാണുന്നത്. പക്ഷേങ്കില് ഹെൽമെറ്റ് വെക്കാണ്ട് ഈ പൊരന്റെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങൂല. അതിന് മീൻ വെക്കാനാണെങ്കിലും വേറെ എന്തിനായി. എന്താണ് പത്തു കാണിക്കുന്നത്? നമുക്കിത് തലേന്ന് എടുക്കാൻ പറ്റൂല. പിന്നെ എടുക്കാൻ പറ്റാണ്ടിരിക്കാൻ മാണ്ടിട്ടല്ലേ നമ്മളിത് കൂട്ടണത്. നെല്ലുള്ളാർമില്ല സജീഷാട്ടെ ഉപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഹെൽമെറ്റാണ് പാലിക്കാൻ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നി എന്താക്കൂ? ഇങ്ങോട്ട് വരണോ? അന്നപ്പോ വേഗം വണ്ടി കൊണ്ട് തിരിച്ചു വിട്ടു. വല്ലാത്തൊരു ചേത്തായി പോയി പത്തോ. അനക്ക് ഞാൻ പഠിച്ചില്ല. നല്ല സുഖം. എല്ലാവർക്കും ഞാൻ തരാം. ഹെൽമെറ്റ് വെച്ച് വല്ലാത്തൊരു ബുദ്ധിയാട്ടോ അന്റെ സജീസേട്ടനി. കുടമുടഞ്ഞതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി. പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി. ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ. ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ടു പറക്കണ കാലം. കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം. ഓടാത്ത വഴിയൊന്നുമില്ല. പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴം
നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടി തപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ MIT മൂസ MIT മൂസ MIT മൂസ